യാത്ര ആലുവ ദേശംകടവിനടുത്തുള്ള ഈ മിനി ഫോറസ്റ്റിലേക്ക് ഞങ്ങളൊരു വൈകുന്നേരം വെറുതെ ഇറങ്ങിയതാണ്. കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് സ്വിമ്മിംഗ് ക്ലാസ് ഒക്കെ പഠിപ്പിക്കുന്ന സ്ഥലത്തിൻ്റെ സ്റ്റാർട്ടിങ് ഏരിയ എന്നാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ രണ്ട് വശവും മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ് നിൽക്കണോണ്ട് തന്നെ ഒരു മിനി ഫോറസ്റ്റിൻ്റെ ഫീൽ നമുക്ക് കിട്ടും. ഒരു വശത്തൂടെ പെരിയാറും ഒഴുകുന്നുണ്ട്. ചൂടുകാലത്തൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല സുഖാട്ടോ, കാരണം സൂര്യപ്രകാശം അധികം അകത്തേക്ക് എത്തുന്നില്ല. പിന്നെ പെരിയാറിന്നുള്ള നല്ല കാറ്റ്. മുന്നോട്ട് പോകുമ്പോൾ അവസാനം നമ്മൾ എത്തുന്നത് ഒരു ഓപ്പൺ വ്യൂ പോയിന്റിലേക്കാണ്. അവിടുന്ന് പെരിയാറിൻ്റെ ഭംഗി, ആലുവ ദേശം ഭാഗത്തിനെ കണക്ട് ചെയ്യുന്ന മംഗലപ്പുഴ പാലം, ഇതൊക്കെ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സന്ധ്യയ്ക്കൊക്കെ ഇവിടെ നിൽക്കാൻ തന്നെ നല്ല രസമാണ്. പിന്നെ ഫോട്ടോഷൂട്ടിനൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പിന്നെ ഇവിടേക്ക് പുഴയ്ക്ക് നല്ല ആഴമുണ്ട് ആ ഭാഗത്തിന്. ആദ്യം ഇടയ്ക്കിടയ്ക്കൊക്കെ പോകാൻ നോക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ പുഴയുടെ ഭംഗിയും ആ സന്ധ്യ സമയത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് പോലീസുകാർ പെട്ടെന്ന് അവിടേക്ക് വന്നു. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ വരാം, ഫോട്ടോ എടുക്കാം, ഒരു പ്രശ്നമില്ല, പക്ഷേ സന്ധ്യ ആവുന്നതിന് മുമ്പ് ഇവിടുന്ന് പോകാൻ ശ്രമിക്കണം. കാരണം ആ ഒരു ടൈമിലൊക്കെ ഇവിടെ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പെട്രോളിങ്ങിന് ഇപ്പോൾ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ലേഡീസും ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അത്ര സേഫ് അല്ല. പക്ഷേ രണ്ടാമത് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പുകളൊക്കെ നല്ല രീതിയിലുള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ നടക്കുമ്പോൾ മരത്തിൽ നിന്നൊക്കെ പാമ്പ് ചിലപ്പോൾ നമ്മുടെ ദേഹത്തേക്ക് വീഴാനും സാധ്യതയുണ്ട്. ഇത് കേട്ടതോടുകൂടി എനിക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങിയാൽ മതി എന്നായിരുന്നു. തിരിച്ച് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ ഓപ്പൺ ഏരിയയിൽ കണ്ട വെളിച്ചമൊന്നും അകത്തില്ല എന്ന് മനസ്സിലായത്. നല്ല ഇരുട്ടായിരുന്നു. അതും പോരാതെ ഞാൻ നടക്കുമ്പോഴൊക്കെ എൻ്റെ പിറകിൽ നിന്ന് എന്നെ പേടിപ്പിക്കാനായിട്ട് ആദ്യം അപ്പം പാമ്പ് പാമ്പ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അവസാനം മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റൊക്കെ ഓൺ ചെയ്താണ് ഞങ്ങൾ പുറത്തേക്ക് നടന്നത്. ശരിക്കും കാണാൻ ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷെ പോകുന്നവർ പ്രത്യേകിച്ച് വൈകുന്നേരം ആണെങ്കിൽ സന്ധ്യയ്ക്ക് മുന്നേ അവിടെ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കാം. അപ്പോൾ വഴികൾ ഇനിയും ബാക്കിയുണ്ട്, യാത്രകളും ഇനിയും ബാക്കിയുണ്ട്.